Dear students, we can continue the discussion of DPP ray optics. So, the last class we discussed the questions till question number 60. നമുക്ക് 61 തുടങ്ങി discuss ചെയ്യാം. Here the question, a thin convex lens of a crown glass having a refractive index 1.5 has power 1 diopter. What will be the power of similar convex lens of refractive index 1.6? So that ഇവിടെ രണ്ട് കോൺവെക്സ് ലെൻസിൻ്റെ കേസാണ് നമുക്ക് പറയാം. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് വി കൻ റെപ്രസെൻറ്റഡ് ആസ് ഗോട്ട് ദ ഫോക്കൽ ലെങ്ത് ആസ് F1. So that is nothing but we can say as a mu of that refractive index of that glass. As we can say that one that is with respect to air, we can say as mu 1 with respect to air minus 1 into 1 by R1 minus 1 by R2. ഇപ്പോൾ രണ്ടാമത്തെ കേസ് നമുക്ക് എങ്ങനെ എടുക്കാം? ദാറ്റ് ഈസ് 1 by F2. സോ ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് mu2 എന്നുള്ള കൺസെപ്റ്റിലേക്ക് എടുക്കാം. ദാറ്റ് മച്ച് minus 1 into 1 by R1 minus 1 by R2. അപ്പോൾ ഇവിടെ 1 by F1, so that is nothing but the power there. So the first കേസിലെ പവർ P1 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത് P2 ആണ്. So you just divide the two relations, we get the value as mu1 minus 1 into that are become cancel. So that is division by mu2 minus 1. So that is equal to P1 by P2. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് P2 ആണ്. So we can say that P2 take the value is equal to P1 into good mu2 minus 1, that division by mu1 minus 1. So നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലേ, so the P1 that is given as 1 diopter into the second refractive index as 1.6 minus 1, that division by 1.5 minus 1. 1.5 minus 1. So you get the value as a 0.6 division by as a 0.5. So 6 by 5. So we can say the answer as 1.2, that much diopter. So we get the answer as the choice number C as the answer. Next question. A lens behaves as a converging lens in air and a diverging lens in water. The refractive index of the material is. So നമ്മൾ ഒരു ലെൻസ് ഒരു മീഡിയത്തിലേക്ക് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഫോക്കൽ ലെങ്തിനുണ്ടാകുന്ന വ്യത്യാസം സോ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. എഫ് ഇൻ എ അനദർ മീഡിയം അതർ ദാൻ എയർ. So we then just use the concept as mu glass with respect to air minus 1 by mu glass with respect to the medium minus 1 into F in air. അപ്പോൾ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് വന്നു. mu glass by mu air minus 1 by the next one as a mu glass by mu medium minus 1, that much into F in air. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 3 കേസസ് ഡിസ്കസ് ചെയ്തത് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക. ഒന്നാമത്തെ കണ്ടീഷൻ നമുക്ക് mu മീഡിയം എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് mu glass. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? സോ ഈ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് റിമൈൻസ് എസ് എ പോസിറ്റീവ് വാല്യൂ, ബട്ട് ഡിനോമിനേറ്റർ -1 വരുന്നത് കൊണ്ട് തന്നെ സോ ദ ടോട്ടൽ വാല്യൂ ഇൻക്രീസസ്. സോ ദ ഫോക്കൽ ലെങ്ത് ഇൻക്രീസസ്, അതിൻ്റെ നേച്ചർ റിമൈൻസ് ദ സെയിം. ദാറ്റ് മീൻസ് കോൺവെക്സ് ലെൻസ് ആയിട്ട് തന്നെ തുടരുമെന്ന് പറഞ്ഞു. പക്ഷെ അടുത്തൊരു കണ്ടീഷൻ പറഞ്ഞത് സപ്പോസ് ദ mu മീഡിയം ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ mu ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഡിവിഷൻ mu ഗ്ലാസ് ബൈ mu മീഡിയം ആ വാല്യൂ ലെസ് ദാൻ 1 ആവുകയും -1 കാരണം ഒരു മൈനസ് സൈൻ അവിടെ വരികയും ചെയ്യും. ദാറ്റ് മീൻസ് അവിടെയും ഫോക്കൽ ലെങ്ത് കൂടുമെങ്കിലും നാച്ചുറൽ റിവേഴ്സ് ചെയ്യുമെന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് പഠിച്ച ഇൻഫർമേഷനാണ്.
അപ്പോൾ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഹിയർ. ഇവിടെ പറയുന്നത് ആ മൈനസ് സൈൻ വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഉറപ്പായിട്ടും ഒരു ഡൈവേർജിങ് ലെൻസായിട്ട് അവൻ്റെ നാച്ചർ മാറിയെന്നാണ്. അപ്പോൾ അതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ എന്തായിരിക്കും? അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ആയിരിക്കും. അത് ഉറപ്പായിട്ട് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? എയറിനേക്കാൾ കൂടുതലുമായിരിക്കണം. അപ്പോൾ വണ്ണിനും നമ്മുടെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനും ഇടയ്ക്കല്ലേ സംഭവിക്കുക? അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ആൻസർ പറയാൻ പറ്റും, it is between unity and 1.33. So that is a good question and a good concept ഓർത്തിരിക്കുക. Next question. A concave lens of focal length 20 centimeter produces an image half the size of the real object. The distance of the real object is, so that is the question. അപ്പോൾ അങ്ങനെ വരുമ്പോഴേ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന്, നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ലെൻസിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പിക്കാം അതൊരു കോൺകേവ് ആണ്. അപ്പോൾ ഇമേജ് ഫോർമേഷൻ വരുമ്പോൾ അവൻ്റെ മാഗ്നിഫിക്കേഷൻ എഴുതുമ്പോൾ പ്ലസ് ആണോ മൈനസ് ആണോ എഴുതേണ്ടതെന്നുള്ള ഒരു കൺസെപ്റ്റ് എപ്പോഴും ഓർത്തിരിക്കുക. കാരണം വെർച്വൽ ഇമേജ് ആയതുകൊണ്ട് വി ക്യാൻ ഉറപ്പിച്ച് പറയാം ആസ് എം ടേക്ക് ദ വാല്യൂ ആസ് എ പ്ലസ് ഹാഫ്. അപ്പോൾ അതുകൂടെ ബേസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് യു ആണ്. ഇവിടെ ഫോക്കൽ ലെന്ത് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നുണ്ട് അല്ലേ. സോ ഇറ്റ് ഈസ് സിംപ്ലി ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് -20 സെൻറ്റിമീറ്റർ. സോ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇക്വേഷൻ. വിനോ ദ ഫോക്കൽ ലെന്തും യു മാഗ്നിഫിക്കേഷനും തമ്മിൽ നമ്മൾ ഒരു മനോഹരമായ റിലേഷൻ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് എം ഇസ് ഇക്വൽ ടു എഫ് ഡിവിഷൻ ബൈ എഫ് പ്ലസ് യു. നമുക്കൊന്ന് റെസിപ്രോക്കൽ എടുത്താൽ 1/m എന്ന് പറയുന്നത് എഫ് പ്ലസ് യു ദാറ്റ് ഡിവിഷൻ ബൈ എഫ്, സോ ദാറ്റ് ഈസ് ഇക്വൽ ടു 1 + u/f. ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അങ്ങനെ വരുമ്പോൾ u/f എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു 1/m - 1. സോ അവിടെ നിന്ന് നമുക്ക് മനോഹരമായിട്ട് u കണ്ടുപിടിക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു f ഇൻറ്റു 1/m - 1. സോ എന്താണ് എഫ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇവിടെ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് as -20. 1/m it becomes what? So it becomes simply 1/2. So it becomes 2 - 1. So you get a value as -20 cent. So the distance of the object എന്ന് പറയുന്നത് നമുക്ക് എ എന്ന് പറയുന്ന ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് എത്താൻ ഈസിയായി. നമ്മൾ പഠിച്ച കാര്യങ്ങളെ ഒന്ന് കൃതിയോടെ ഉപയോഗിച്ചാൽ നമുക്ക് വളരെ ഈസിയാണ്. ഈ മാഗ്നിഫിക്കേഷൻ്റെ സൈൻ എടുത്ത കാര്യവും ഒന്ന് ഓർമ്മയിരിക്കട്ടെ. The next question. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റിലേക്ക് പോവുകയാണ്. A convex lens makes a real image 4 centimeter long on screen. When the lens is to a new position without disturbing the object or the screen, we again get a real image on the screen which is 9 centimeter long. The length of the object must be. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ലാബുകളിലെല്ലാം ഉപയോഗിക്കുന്ന നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ പല പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ഇതിനെ വിളിക്കുന്ന പേര് ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് എന്നാണ് അതിനെ വിളിക്കുക. അപ്പോൾ അതിൻ്റെ തിയറി ആയിട്ട് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം. പക്ഷേ എളുപ്പം നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ പറയാം. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സപ്പോസ് ഇവിടെ നമുക്കൊരു ഓബ്ജക്റ്റ് ഇരിക്കുകയാണെന്നിരിക്കട്ടെ. ഇത് നമ്മുടെ സ്ക്രീൻ ആണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ഈ ഓബ്ജക്റ്റ് സ്ക്രീൻ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ട് വെക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു റെലവൻറ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് ഈസ് ദ മിനിമം സെപ്പറേഷൻ ബിറ്റ്വീൻ ഓബ്ജക്റ്റ് ആൻഡ് ഇറ്റ്സ് റിയൽ ഇമേജ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അത് എപ്പോഴും ഓർക്കേണ്ടത്, ലെൻസ് ചെയ്താൽ അവിടുത്തെ മിനിമം സെപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡബിൾ എഫിൽ ഓബ്ജക്റ്റ് വെക്കുമ്പോൾ അതേ ഡബിൾ എഫിൽ ഇൻവേർട്ടഡ് റിയൽ ഇമേജ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് മിനിമം സെപ്പറേഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് യു മസ്റ്റ് ബി, ദാറ്റ് ഈസ് ദിസ് ഡി മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 4f ആയിരിക്കണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ. എന്നിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു രീതി ഞാൻ പെട്ടെന്ന് പറയാം. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ലെൻസ് വെച്ചിരിക്കട്ടെ. ബട്ട് വി ഹാവ് ടു അസ്യൂം ദാറ്റ്
the location of the object is in between its focal length and focus and double f ആണെങ്കിൽ ഉറപ്പായിട്ടും ഒരു enlarged ആയിട്ടുള്ള ഒരു ഇമേജ് ഇത് ഡബിൾ എഫിന് അപ്പുറത്തുണ്ടായി എന്ന് നമുക്ക് വിചാരിക്കാം. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കേസ്. സോ വി ക്യാൻ ഡിനോട്ട് ഇറ്റ്സ് ഇമേജ് ആസ് I1. രണ്ടാമത്തെ കേസ്, നമുക്ക് ഈ ലെൻസിനെ ഒരു എക്സ് സെപ്പറേഷനിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ രണ്ടാമത്തെ പൊസിഷനിലെത്തി. അപ്പോഴത്തേക്കും നമ്മുടെ ഈ പഴയ ഓബ്ജക്റ്റിൻ്റെ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഈ ഡബിൾ എഫിന് അപ്പുറത്താണ് എന്നൊരു കൺസെപ്റ്റ് വന്നാൽ ഉറപ്പായിട്ടും ഇവിടെ ഇമേജ് ഉണ്ടാവും. അത് എഫിനും ഡബിൾ എഫിനും ഇടയ്ക്ക് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് കിട്ടും. ഒരു സ്മോൾ ഇമേജ് ഉണ്ടായി. അപ്പോൾ രണ്ട് ലൊക്കേഷൻസ് നമ്മൾ എടുത്തു. അപ്പോൾ ആദ്യത്തെ ലൊക്കേഷനിൽ ഇതാണ് ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ എടുത്താൽ ഇതായിരിക്കും അവിടുത്തെ ഇമേജ് ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് എടുക്കേണ്ടത്. രണ്ടാമത്തെ കേസിലെ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇതാണ് ഇമേജ് ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഇത് രണ്ടും കേസ് എടുക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഒരു കൺസെപ്റ്റ്, ഈ U1ൻ്റെ ലെങ്ത് എത്രയാണോ അത് തന്നെയായിരിക്കും V2. അതോടൊപ്പം V1 എത്രയാണോ അതേ കൺസെപ്റ്റ് തന്നെ ആയിരിക്കും U2 എന്നും പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓബ്ജക്റ്റ് ഇമേജ് ഡിസ്റ്റൻസസ് ആർ ഇന്റർചേഞ്ചബിൾ. ഈ ഒരു പർട്ടിക്കുലർ കേസസിൽ ആ ഒരു ഉപയോഗം നിങ്ങൾ ഓർത്തിരിക്കുക. ഓബ്ജക്റ്റ് ഇമേജ് ഡിസ്റ്റൻസസ് ആർ ഇന്റർചേഞ്ചബിൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കേസ്, നമ്മുടെ ഫസ്റ്റ് മാഗ്നിഫിക്കേഷൻ ഇൻറ്റു സെക്കൻഡ് മാഗ്നിഫിക്കേഷൻ ഒന്ന് കണ്ടുപിടിച്ചു എന്നിരിക്കട്ടെ. എന്താണ് ഫസ്റ്റ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ സിമ്പിളായിട്ട് നമുക്ക് പറയാം, അതിൻ്റെ ആദ്യത്തെ ഡിസ്റ്റൻസ് V1 ഡിവിഷൻ ബൈ U1 ആണ് അല്ലേ. സോ പക്ഷെ അവിടെ ഒരു നെഗറ്റീവ് സൈൻ വരും എന്നുള്ള കാര്യം നമുക്കറിയാം. സോ നമുക്കത് റെപ്രസെൻ്റ് ചെയ്യാം. അടുത്ത അതേപോലെ തന്നെ രണ്ടാമത്തേനും നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. V2 ഡിവിഷൻ ബൈ U2 ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഗുഡ്. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ U1 എന്ന് പറഞ്ഞതും രണ്ടാമത്തെ V2 സെയിം അല്ലേ, V1 U2 സെയിം അല്ലേ. അപ്പോൾ M1 into M2 1 എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് കിട്ടിയില്ലേ. വാട്ട് ഈസ് M1 എന്ന് പറയുന്നത്? അത് ഹൈറ്റ് ഓഫ് ദ ഇമേജ് കറസ്പോണ്ടിങ് ബൈ ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കുക. രണ്ടാമത്തെ കേസ് നമുക്ക് ഇങ്ങനെ എടുക്കാം, I2 ഡിവിഷൻ ബൈ O എന്ന് പറയുമ്പോൾ ഇത് 1 ഈക്വലൻ്റ് ആയതുകൊണ്ട് ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് I1 I2 ആയിട്ട് മാറി. സോ ഒബ്ജക്റ്റിൻ്റെ ഹൈ എന്ന് പറയുന്നത് റൂട്ട് I1 I2. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ആദ്യത്തെ കേസിൽ കിട്ടുന്ന ഇമേജിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. രണ്ടാമത്തെ കേസിൽ അത് 9 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഓബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2 into 3. സോ യു ഗെറ്റ് ദ ആൻസർ ആസ് 6 സെൻറ്റിമീറ്റർ. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. സോ യു ഗെറ്റ് ദ ആൻസർ ആസ് ദ സെക്കൻഡ് ചോയ്സ്. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ മിനിമം ചെയ്യാൻ വേണ്ടിയുള്ള കൺസെപ്റ്റാണ്. ഓൾ ഇന്ത്യ PMTക്കൊക്കെ ഒത്തിരി പ്രാവശ്യം നീറ്റ് എക്സാമിനും ജെഇക്കും ഒക്കെ ആവർത്തിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്, ഓർത്തിരിക്കുക. അനദർ ഗുഡ് ക്വസ്റ്റ്യൻ, എ കോൺകേവ് ആൻഡ് എ കോൺവെക്സ് ലെൻസ്. അപ്പോൾ ആ രണ്ട് ലെൻസിൻ്റെയും പ്രത്യേകതകൾ ഒന്ന് ഓർത്തിരിക്കുക. are placed touching each other with the ratio of magnitudes of their power is 2:3. So our power in the ratio it is given as P1 by P2 that take the value as 2/3. അത് നമുക്ക് വേണേൽ യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. അതിൻ്റെ റെസിപ്രോക്കലിൻ്റെ റേഷ്യോ ആയിരിക്കും ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. The focal length of the system that is given as 30 centimeter. നമുക്ക് അവയുടെ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഇൻഡിവിജ്വൽ ലെൻസസ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. നമുക്കറിയാം ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ സിസ്റ്റം ആസ് 1/f ആണെങ്കിൽ രണ്ടിൻ്റെയും റെസിപ്രോക്കലിൻ്റെ സം ആയിരിക്കും ഇൻഡിവിജ്വൽ എന്ന് നമ്മൾ പറയുന്നത്. സോ ഇവിടെ 1/30 എന്നുള്ളത് പറയുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ആണ് എഫക്റ്റീവ് ആയിട്ടുള്ള കൺസെപ്റ്റ്. പ്ലസ് 30 ആയിട്ട് നമുക്ക് എടുക്കാം. ഇവിടെ രണ്ടാമത്തെ കേസിൽ ഒരെണ്ണം കോൺകേവ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് F1 എന്ന് പറയുന്നത് കോൺകേവ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. 1/f1 പ്ലസ് 1/f2. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ F2-ന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് 2/3 ടൈംസ് ഓഫ് F1 ആയി മാറി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റിലേഷനിലേക്ക് വന്നാൽ -1/f1 ഇൻ പ്ലസ്
F2വിന് പകരമായിട്ട് നമ്മൾ എന്ത് പറയും? 2F1 ഡിവിഷൻ ബൈ 3 എന്നൊരു കൺസെപ്റ്റിലേക്ക് നമുക്ക് എത്തി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് 1/F1 എന്ന് പറയുന്ന വാല്യൂ ഒന്ന് കോമൺ ആയിട്ട് എടുത്താലേ നമുക്ക് എന്തെഴുതാം? 3/2 മൈനസ് 1 ആയി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/F1 into 3/2 minus 1. It becomes simply 1/2. അപ്പോൾ നമ്മുടെ നേരത്തെ ഉള്ള വാല്യൂ ഓർക്കണേ, അത് 1/30 ആണ് നമുക്ക് കിട്ടിയിരിക്കുക. സോ അത് രണ്ടും തമ്മിൽ നമ്മൾ യോജിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം? 2F1ൻ്റെ വാല്യൂ ആണ് നമുക്ക് എത്രയായിട്ട് മാറുന്നത്? 30 എന്നൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ മാറുക. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് F1ൻ്റെ വാല്യൂ എത്രയായിട്ട് നമുക്ക് എഴുതാം? സോ F1 is equal to 30/2. So that is equal to 15 centimeter. പക്ഷെ ഇവിടെ നമുക്ക് സൈൻ കൺവെൻഷൻ കിട്ടിയില്ല. നമ്മൾ ഓൾറെഡി തന്നെ മൈനസ് സൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഓർത്തിരിക്കുക. ഇനി അങ്ങനെയാണെങ്കിൽ F2 എന്തായിട്ട് നമുക്ക് മാറ്റാം? അപ്പോൾ F2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓൾറെഡി നമുക്കൊരു റിലേഷനിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2/3 ടൈംസ് ഓഫ് F1 as 15. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. സോ ഇതാണ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടിയിരിക്കുന്നത്. സൈൻ കൺവെൻഷൻ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. സോ ഹിയർ നമുക്ക് കിട്ടിയ ആൻസർ ഡി ആസ് ദി ആൻസർ വിത്ത് വാല്യൂ ഓർക്കണേ. ഫസ്റ്റ് വൺ കോൺകേവ് ലെൻസ് ആണ്. അത് നമ്മൾ കോൺകേവ് ലെൻസ് തന്നതുകൊണ്ട് മൈനസ് സൈൻ നമ്മൾ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. സോ ദാറ്റ് ഈസ് നമുക്ക് 15 ആയിട്ട് കിട്ടി. പക്ഷെ അതിൻ്റെ മൈനസ് സൈൻ മറന്നു പോകരുതേ, ഓർത്തിരിക്കുക. സോ യു ഗെറ്റ് ദ ആൻസർ ആസ് ഡി. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An object is placed at 15 centimeter from a convex lens. Object distance എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് as a -15 centimeter. അവൻ്റെ ഫോക്കൽ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് as f is equal to 10 centimeter. Where should another convex mirror of radius 12 centimeter? സോ ഒരു കോൺവെക്സ് മിററിൻ്റെ കൺസെപ്റ്റ് ആണ് പറയുന്നത്. അവൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എവിടെയാണ് ആ കോൺവെക്സ് മിറർ പ്ലേസ് ചെയ്യേണ്ടത് സച്ച് ദാറ്റ് ഇമേജ് വിൽ കോയിൻസൈഡ് വിത്ത് ദ ഓബ്ജക്റ്റ്? അപ്പോൾ നമുക്കൊരു ചെറിയൊരു സിംബോളിക് ആയിട്ടൊരു ഫിഗർ വരച്ചാലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ലെൻസ് എന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ ഒരു ഓബ്ജക്റ്റ് വെച്ചു. അപ്പോൾ ആ ഓബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇമേജ് എന്ന് പറയുന്നത് ഇവിടെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഉണ്ടായി എന്നിരിക്കട്ടെ. എവിടെയായിരിക്കണം നമ്മുടെ കോൺവെക്സ് മിറർ വെക്കേണ്ടത്? ഇൻ സച്ച് ദാറ്റ് ഇവിടെ ഉണ്ടാകുന്ന ഇമേജ് ഉറപ്പായിട്ടും ഈ ഓബ്ജക്റ്റ് ഇരിക്കുന്ന പൊസിഷനിലേക്ക് തിരിച്ചെത്തണം. അത് തിരിച്ചെത്തണമെന്നുണ്ടെങ്കിൽ ഈ വരുന്ന റേസ്, ഇവിടെ നിന്ന് പോകുന്ന റേസ് എന്താണോ അത് ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ വന്ന വഴിയെ തന്നെ തിരിച്ചു വരണ്ടേ? എങ്കിൽ മാത്രമല്ലേ ഇമേജ് ഇവിടെ ഉണ്ടാവൂ. എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ആ റേ വന്ന് വീഴേണ്ടത് അവൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചറിലായിരിക്കണം. എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സ്പെറിക്കൽ കൺസെപ്റ്റ് എടുക്കുമ്പോൾ നമ്മളൊരു പോയിന്റിൽ ഒരു ടാൻജന്റ് വരച്ചാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പെർപെൻഡിക്കുലറാണ് അവൻ്റെ റേഡിയസ് എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ റേഡിയസ് പെർപെൻഡിക്കുലറിൽ ഒരു റേ വന്ന് വീണാൽ അത് അതേപടി റീട്രേസ് ചെയ്യും എന്നുള്ള കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇവിടെ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ ആയിട്ട് പറയുന്നുണ്ട്. ഇവൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആയിട്ട് പറയുന്നുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഇവൻ്റെ ഇമേജ് ഡിസ്റ്റൻസ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അവന് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന നമ്മുടെ റിലേഷൻ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അത് ബേസ് ചെയ്തിട്ട് ഇമേജ് എന്ന് പറയുന്നത് നമുക്ക് കംഫർട്ടായിട്ട് UF ഡിവിഷൻ ബൈ U+F എന്ന് പറയുന്ന കൺസെപ്റ്റേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് U equal to -15 ആണ്. Focal length it is given as 10 centimeter. So that is equal to -15 plus 10. So that is equal to -15 into 10 division by -5. So -5 I can put 30 I. So you get the answer as 30 centimeter. എന്ന് പറയുമ്പോൾ അവൻ്റെ ഇമേജും നമ്മുടെ ലെൻസും തമ്മിലുള്ള ടോട്ടൽ സെപ്പറേഷൻ എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമ്മൾ ഓർത്തിരിക്കണം അവൻ്റെ റേഡിയസ് എത്രയായിരിക്കണം? 12 സെൻറ്റിമീറ്റർ. എക്സാക്ട്ലി നമുക്കറിയാം ഈ വരുന്ന റേ റീട്രേസ് ചെയ്ത് പോകണമെങ്കിൽ അവൻ്റെ റേഡിയസിലായിരിക്കണം ഈ ലൈറ്റ് റേ വന്ന് വീഴേണ്ടത്. എന്ന് പറയുമ്പോൾ സെൻട്രൽ കർവേച്ചറിലേക്കായിരിക്കണം.
എങ്കിൽ മാത്രമേ അവൻ തിരിച്ച് റീട്രേസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവ തമ്മിലുള്ള സെപ്പറേഷൻ നമുക്ക് കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ രണ്ടും തമ്മിലുള്ള സെപ്പറേഷൻ 30 - 12 എന്ന് പറയുമ്പോൾ ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് എക്സാക്ട്ലി അത് 18 സെൻറ്റിമീറ്റർ ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. സോ വേർ ഷുഡ് അനദർ കോൺവെക്സ് മിറർ ഓഫ് റേഡിയസ് 12 സെൻറ്റിമീറ്റർ ഈസ് പ്ലേസ്ഡ്? So 18 centimeter from this convex lines. So you can take the answer as A. സോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്, നിങ്ങളുടെ ലാബിലും ഉപയോഗിക്കേണ്ടതാണ്. അതിൻ്റെ പറഞ്ഞ പ്രൊസീജിയേഴ്സ് നിങ്ങൾ വൺസ് അഗെയിൻ ഒന്ന് ഓർത്തിരിക്കുക, ഒന്ന് കേൾക്കുക, അപ്പോഴത്തേക്കും അത് കംഫർട്ടായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സിമ്പിൾ ക്വസ്റ്റ്യൻ നമ്പർ 67. എ ലെൻസ് ഓഫ് പവർ plus 3.5 diopter is placed in contact with a lens of power minus 2.5. The combination will behave like. അപ്പോൾ നമുക്കിവിടെ രണ്ട് പവേഴ്സാണ്. ഇപ്പോൾ ടോട്ടൽ പവർ നമുക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. P1 + P2. അതിൻ്റെ സൈൻ കൃത്യമായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ആദ്യത്തെ പവർ എന്ന് പറയുന്നത് 3.5 ആണ്. രണ്ടാമത്തെ പവർ എന്ന് പറയുന്നത് 2.5 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എക്സാക്ട്ലി 1 ഡയോപ്റ്റർ എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുക. അപ്പോൾ അതിൻ്റെ സൈൻ എന്ന് പറയുന്നത് പ്ലസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് നമുക്ക് പറയാം ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ കോൺവെക്സ് ലെൻസ് ആണ് എന്ന് പറഞ്ഞാൽ കൺവേർജൻ്റ് ലെൻസ് എന്നുള്ള ഒരു ആസ്പെക്റ്റ് നമുക്ക് കിട്ടി. രണ്ടാമത് അവൻ്റെ ഫോക്കൽ ലെങ്ത് ഇൻ സെൻറ്റിമീറ്റർ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അത് 100 / the focal length in centimeter എടുത്താൽ മതി. So focal length in centimeter is equal to 100 / the power, that is 1. So that is equal to 100 centimeter. അപ്പോൾ ഉറപ്പിച്ച് നമുക്ക് ഉത്തരം പറയാം അതൊരു കൺവേർജൻ്റ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 100 സെൻറ്റിമീറ്റർ ആണ്. സോ എ എസ് ദി ആൻസർ. ഒരു സിമ്പിൾ കൺസെപ്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ റേഡിയൈ ഓഫ് കർവേച്ചർ ഓഫ് എ ഡബിൾ കോൺവെക്സ് ലെൻസ് ആർ 15 and 30 centimeter and its refractive index is 1.5. So what is the focal length? So നമുക്ക് അവിടെ കൃത്യതയോടെ നേരത്തെ അതേ കൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കണം എന്നുള്ള കാര്യം ഓർക്കുക. നമ്മുടെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്താണ്? നമ്മുടെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല പറഞ്ഞത് 1/f എന്ന് പറയുന്നത് mu - 1 × 1/r1 - 1/r2. അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഓർക്കേണ്ടത്, അപ്പോൾ നമ്മുടെ ഇങ്ങനെ ഒരു ലെൻസ് കൺസിഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് റിഫ്രാക്റ്റിംഗ് സർഫസിൻ്റെ റേഡിയസ് ആണ് ആദ്യത്തേത് എന്ന് പറയുമ്പോൾ അവിടുന്ന് R1 എന്ന് പറയുന്നത് പോസിറ്റീവ് ആസ്പെക്റ്റ് ആയിരിക്കും. ഇതാണ് രണ്ടാമത്തെ സർഫസ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എടുക്കുന്ന R2 എന്ന് പറയുന്നത് മൈനസ് ആയിരിക്കും. അപ്പോൾ R1 എന്ന് പറയുന്നത് ഇവിടെ +15 സെൻറ്റിമീറ്റർ ആയിട്ട് മാറും. R2 എന്ന് പറയുന്നത് -30 സെൻറ്റിമീറ്റർ ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 - 1 × 1/15 - -30 centimeter. So that is equal to 1/2 × 1/15 + 1/30. So that is equal to 1/2 × 1/15. So that is equal to 1 + 1/2. So that is equal to 3/2 × 15. So 3 3 so 5. So you get the value for f is equal to 20 centimeter. So that is answer. So simple ആയിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് വന്നു. It is as the B as the answer. Number 69. An object is placed at a distance 5 centimeter from a convex lens of a focal length 10 centimeter. Calculate the position and magnification of the image. അപ്പോൾ ഇമേജിനെ പറ്റിയാണ്. സോ ബട്ട് കീപ് ഇൻ മൈൻഡ് ഇറ്റ് ഈസ് at a distance of 15 centimeter, not 5 centimeter. And see, simply നമുക്കറിയാവുന്ന ഒരു റിലേഷനാണ് m is equal to so we have to find the magnification. So f division by f plus u ഇതാണ് നമുക്ക് ലെൻസിന് മാഗ്നിഫിക്കേഷനും ഓബ്ജക്റ്റ് ഡിസ്റ്റൻസുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യുന്ന റിലേഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എമ്മിന് നമുക്ക് എങ്ങനെ റിലേഷൻ വരാം? എഫിൻ്റെ വാല്യൂ ഇവിടെ എത്രയായിട്ടാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്? യെസ് 10 ആണ്. സോ 10 ഡിവിഷൻ ബൈ
sorry, this is 5 centimeter as such. There is no correction to that in the coming question actually. So F that is nothing but 10 centimeter by 10. The object distance, so that is given as a minus of 5. So that is equal to 10 division by 5. So you get the answer as a 2. So simple ആയിട്ട് നമ്മൾ ഉത്തരത്തിലേക്ക് മാറി. ഈ ഒരു ഫോർമുല ഓർത്തിരുന്നാൽ മാത്രം മതിയാവും. So we get the magnification of the image. Actually, the choices are not with the position, the magnification. Number 70. The image obtained with the convex lens is erect. അപ്പോൾ എറക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് അത് ഓർക്കണം, അതിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന്. 3 times the length of the object ആണ് കിട്ടിയിരിക്കുന്നത്. The focal length of the lens is so that is it should be corrected with the 15. Then calculate the object distance. അത് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ആയിട്ട് മാർക്കണമെന്നുള്ള കാര്യം ഓർക്കുക. 3 ആണ്. അപ്പോൾ നമുക്ക് 3 m is equal to f division by f plus u എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് ഉപയോഗിച്ചാൽ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 15 by 15 plus u. So 45 plus 3u is equal to f. So so that is f is nothing but 15. So 3u take the value as 3u take the value as minus 30. So you get the answer as u equal to minus 10. So simple ആയിട്ട് നമുക്ക് സി എന്ന് പറയുന്ന ആൻസറിലേക്ക് നമുക്ക് കിട്ടി. വീണ്ടും ആവർത്തിച്ച ഒരു കൺസെപ്റ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The figure below shows an equiconvex lens of focal length f. സോ ഇത് ഒരൊറ്റ ലെൻസ് ആയിരിക്കുന്ന സമയത്ത് അവൻ്റെ എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് 2 ഇൻറ്റു മ്യൂ മൈനസ് 1 എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ദ ഫോക്കൽ ലെങ്ത് ഓഫ് ഈച്ച് ഹാഫ് ഇഫ് ലെൻസ് ഈസ് കട്ട് അലോങ് എ ബി എന്ന് പറയുമ്പോൾ അവൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ഒരു പ്ലെയിനോ കോൺവെക്സ് ലെൻസ് ആയിട്ട് മാറും. അപ്പോൾ അവൻ്റെ ഫോക്കൽ ലെങ്ത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ആർ ബൈ മ്യൂ മൈനസ് 1. സോ അങ്ങനെയാണെങ്കിൽ ഈ ആർ ബൈ മ്യൂ മൈനസ് 1 ഈ റിലേഷനിൽ നമ്മൾ എടുക്കുമ്പോൾ ആ വാല്യൂ എന്ന് പറയുന്നത് ഡബിൾ എഫ് ആയിട്ട് മാറിയിരിക്കും. സോ വെർട്ടിക്കലായിട്ട് നമ്മൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വലിൻ്റെ ഫോക്കൽ ലെങ്ത് ഡബിളായി മാറും. എങ്കിൽ മാത്രമേ അത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എഫ് കിട്ടുകയുള്ളൂ. പക്ഷെ അതേ സ്ഥാനത്ത് നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കേണ്ട ഒരു കൺസെപ്റ്റ്, നമ്മൾ അവനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാനാണ് ശ്രമിച്ചാൽ ഓർക്കണേ, ഫോക്കൽ ലെങ്ത് തീരുമാനിക്കുന്ന മ്യൂവിനോ റേഡിയസിനോ വ്യത്യാസം വരാത്തത് കൊണ്ട് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. പക്ഷേ ഇവിടുത്തെ കേസിൽ വി ഹാവ് ടു ഗീവ് ദ ആൻസർ as ബി. നെക്സ്റ്റ് വൺ, a good aspect, good question. When the plane surface of a plano convex lens of refractive index 1.5 is silvered, it behaves like a concave mirror of focal length 30 centimeter. When its a convex surface is silvered, it will behave like a. അപ്പം ആദ്യത്തെ കേസ് നമ്മളോട് പറയുന്നത് ദ പ്ലെയിൻ സർഫസ് ഓഫ്, അപ്പോൾ നമുക്ക് അതൊന്ന് സിൽവർ ചെയ്യാൻ ശ്രമിക്കാം. വളരെ സിമ്പിളായ ഒരു കൺസെപ്റ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് വരാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ സിൽവർ ചെയ്യുമ്പോൾ ഇതിനെ നമുക്ക് പല കോമ്പിനേഷൻ ഓഫ് ലെൻസസ് ആയിട്ട് നമുക്ക് എടുക്കാം. എന്ന് വെച്ചാൽ ആദ്യം നമ്മളൊരു റേ അങ്ങോട്ട് വിട്ടാൽ അവൻ ആദ്യം ഫീൽ ചെയ്യുന്നത് എന്താണ്? അവനൊരു പ്ലെയിനോ കോൺവെക്സ് ലെൻസായിട്ടായിരിക്കും ആ റേക്ക് ഫീൽ ചെയ്യുക. പിന്നെ ആരായിട്ട് മാറും? ഒരു പ്ലെയിൻ മിററായിട്ട് മാറും. പിന്നെ അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ എന്തായിട്ട് ഫീൽ ചെയ്യും? വീണ്ടും ഒരു പ്ലെയിനോ കോൺവെക്സ് ലെൻസായിട്ട് മാറും. എന്ന് പറയുമ്പോൾ രണ്ട് ലെൻസും ഒരു മിററും എന്നുള്ള ആസ്പെക്റ്റിൽ. അപ്പോൾ 1 by എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 2 times of 1 by the focal length of the lens plus 1 by the focal length of the plane mirror. പ്ലെയിൻ മിററിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് അറിയാം, ഇറ്റ് ഈസ് ഇൻഫിനിറ്റി. സോ 1 by ഇൻഫിനിറ്റി ബിക്കം 0. സോ നമുക്ക് ഉറപ്പിച്ച് പറയാം എഫ് എന്ന് പറയുന്നത് 1 by എഫ് എന്ന് പറയുന്നത് സോ എഫ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ദ ലെൻസ് ബൈ 2. സോ ലെൻസ് എന്നുള്ളത് ഒരു പ്ലെയിനോ കോൺവെക്സ് ലെൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പറയാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു യെസ് ആർ ബൈ യെസ് ഓൾറെഡി 2 ഉണ്ട്, ദാറ്റ് ഈസ് മ്യൂ മൈനസ് 1. അപ്പോൾ നമുക്കത് ആദ്യത്തെ കൺസെപ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു.
രണ്ടാമത് പറയുന്നത് ഓർക്കണം, when it's a convex surface is silvered എങ്കിൽ അവൻ്റെ ഫോക്കൽ ലെങ്ത് എന്താണ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ആദ്യത്തെ കേസിൽ പറയുന്നുണ്ട് ഇറ്റ് വിൽ ബിഹേവ് ആസ് എ കോൺകേവ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത്. ഇപ്പോൾ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരുന്നതുകൊണ്ട് അവൻ്റെ ഫോക്കൽ ലെങ്ത് മൈനസ് ആവും. സോ ദാറ്റ് ഈസ് ഗിവൻ ആസ് എ 30 സെൻറ്റിമീറ്റർ. സോ 30 ഈക്വൽ ടു ആർ ഡിവിഷൻ ബൈ 2 ഇൻറ്റു മ്യൂ മൈനസ് 1. പക്ഷേ രണ്ടാമത്തെ കേസിൽ ഇവിടെ പറയുന്നത് നമ്മുടെ കർവ്ഡ് സർഫസ് ആണ് സിൽവർ ചെയ്യുന്നതെങ്കിൽ വീണ്ടും ഇവിടെ രണ്ട് ലെൻസ് ഈക്വലൻ്റ് ആണ്, പക്ഷേ കർവ്ഡ് മിററാണ് പിന്നെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ എഫക്റ്റീവ് ഫോക്കൽ ലെങ്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് രണ്ട് ലെൻസിൻ്റെ കോൺട്രിബ്യൂഷൻ പ്ലസ് ഒന്ന് നമ്മുടെ സ്പെറിക്കൽ മിററിൻ്റെ കോൺട്രിബ്യൂഷനാണ്. നമ്മുടെ ലെൻസിൻ്റെ കാര്യം നമുക്കറിയാം, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ആർ ഡിവിഷൻ ബൈ മ്യൂ മൈനസ് 1 ആണ്, പ്ലെയിനോ കോൺവെക്സ് ആയതുകൊണ്ട്. മിററിൻ്റെ ആണെങ്കിൽ നമുക്കറിയാം അതൊരു കോൺകേവ് മിറർ ആയതുകൊണ്ട് R/2 ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കാം. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് സിമ്പിളായിട്ട് സി, സോ വി ക്യാൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് 2/r എന്ന് പുറത്തേക്ക് എടുത്താൽ മ്യൂ മൈനസ് 1 പ്ലസ് 1 എന്നൊരു ആസ്പെക്ട്സിലേക്ക് മാറി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2, നമുക്ക് എഫ് ഡാഷ് എന്ന് പറയുന്നത് ആർ ഡിവിഷൻ ബൈ 2 മ്യൂ എന്നൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ട കൺസെപ്റ്റ്, നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എല്ലാം നമുക്ക് കൃത്യതയോടെ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് രണ്ടാമത്തെ എഫ് ഡാഷിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് സോ ആറിന് പകരമായിട്ട് നമുക്ക് സിമ്പിളായിട്ട് വാല്യൂ എടുക്കാം. ആർ ഇസ് ഈക്വൽ ടു 60 ഇൻറ്റു മ്യൂ മൈനസ് 1. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 60 ഇൻറ്റു മ്യൂ 1.5 മൈനസ് 1, ദാറ്റ് ഡിവിഷൻ ബൈ 2 ഇൻറ്റു 1.5. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 60 by 2, that is 30 into 0.5, so 1/3. So you get the answer as a 10 centimeter. സോ നമുക്ക് ഉറപ്പിച്ച് പറയാം, അപ്പോൾ ഈ റിഫ്ലക്റ്റ് ചെയ്ത് റേസ് തിരിച്ചു പോകുന്നത് കൊണ്ട് ഉറപ്പിച്ച് നമുക്ക് പറയാം അതൊരു കോൺകേവ് മിറർ തന്നെയായിരിക്കും. അവൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മൾ എടുത്ത സ്റ്റെപ്പുകൾ നിങ്ങൾ ഓർക്കുക. നമ്മൾ ഡീറ്റെയിലോട് പിന്നെ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. എന്നാൽ ഓർത്തിരിക്കണമേ, ഇങ്ങനെ വരുന്ന ഒരു സിൽവറിങ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് ഒരു കോൺകേവ് മിററായിട്ട് മാറുന്നു എന്നുള്ള കാര്യം ഓർക്കുക. ഒരു കോൺകേവ് ലെൻസ് ഒരു കോൺവെക്സ് മിററായിട്ട് മാറുന്ന കാര്യം അതെങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളത് ഓർക്കുക. കോമ്പിനേഷൻ ഓഫ് ലെൻസസ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ഇവിടെ എടുത്തത് ഓർക്കുക, ഒരു റേ ഓഫ് ലൈറ്റ് ഉള്ളിലോട്ട് കയറുമ്പോൾ ആദ്യം അവനൊരു ലെൻസായിട്ട് ഫീൽ ചെയ്തു, പിന്നെ ഒരു മിററായി മാറി, പിന്നെ വീണ്ടും ഒരു ലെൻസായിട്ട് മാറി. ആ കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എഫക്റ്റ് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. The last question of the DPP, the combined power of two lenses in contact is 10 diopter. When they are separated by 20 centimeter, their power becomes a 6.25 diopter. Then powers of these lenses are. അപ്പം അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഒരു ആദ്യം പറയുന്നത് ഇൻ കോണ്ടാക്റ്റിലിരിക്കുമ്പോൾ, സോ P1 പ്ലസ് P2, സോ ദാറ്റ് ഈസ് ഗിവൻ ആസ് എ പ്ലസ് 10 ഡയോപ്റ്റർ. ഇനി സെപ്പറേഷനിലിരിക്കുമ്പോൾ അവയുടെ ഫോക്കൽ പവേഴ്സിൻ്റെ ഇക്വേഷൻ വി നോ, ദാറ്റ് ഇസ് P1 പ്ലസ് P2 മൈനസ് ദ സെപ്പറേഷൻ എത്രയാണോ, ദാറ്റ് ഈസ് എക്സ് P1 P2, ദാറ്റ് വാല്യൂ that is given as a 6.25 diopter. ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എഴുതാം 10 മൈനസ് എക്സ് P1 P2 that is equal to 6.25. നമുക്ക് അവിടെ നിന്ന് എക്സ് P1 P2 നമുക്ക് കണ്ടുപിടിക്കാം. that is equal to 10 minus 6.25. so that value is nothing but equal to 3.75. so from that P1 P2 equal to 3.75 by 0.2. സോ അവിടെ നിന്ന് നമുക്ക് വേണേലേ you get the value that is equal to P1 P2 is equal to 18.75. so we get the value for P2 equal to 18.75 by P1. ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് P1 പ്ലസ് P2 is equal to 10 diopter എന്ന്. നമുക്ക് ആ ഒരു ഇക്വേഷനിലേക്ക് P2വിന് പകരം 18.75 by P1,
ദാറ്റ് ഈസ് ഈക്വൽ ടു 10. അപ്പോൾ നമുക്കൊന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ഒരു റിലേഷൻ എന്ന് പറയുന്നത് P1 square മൈനസ് 10 P1 പ്ലസ് 18.75 ഈക്വൽ ടു 0. ആ ക്വാഡ്രാറ്റിക് റിലേഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഏതാണ്ട് ഈ ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 മൈനസ് 75/2. സോ യു ഗെറ്റ് ദ ആൻസർ. നമ്മുടെ പ്ലസ് വാല്യൂ എടുക്കുമ്പോൾ 7.5. ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ P2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 മൈനസ് 7.5. So that is equal to 2.5. So we get the answer as a C. So students, these questions are very, very important, not only for our entrance, but also for our board exam also. അപ്പോൾ മസ്റ്റായിട്ട് ഒരിക്കൽ കൂടെ സ്വന്തമായിട്ടൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ ടേക്ക് കെയർ. God bless you.